മഹാഭാരത യുദ്ധത്തിന്റെ 17-ാം ദിവസത്തിന്റെ ബാക്കിയും 18-ാം ദിവസവും സ്വർഗാരോഹണമൊക്കെ നമുക്ക് വഴിയേ ചെയ്യാം. അതിനു മുമ്പ് ഭീമനെ കുറിച്ച് ചില ആളുകൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. അതൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് പിന്നീട് കുറച്ച് ക്രിയേറ്റീവായിട്ട് പിന്നെ ചെയ്യാം. ഇപ്പം പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഭീമൻ എല്ലാവരും കരുതുന്ന പോലെ ഒരു കൊടവയറിനോ തീറ്റപ്പണ്ടാരോ പൊണ്ണത്തടിയനോ ഒന്നുമല്ല. ഭീമന്റെ പേര് തന്നെ വൃഗോദരൻ എന്നാണ്. അതായത് ചെന്നായയുടെ വയറുള്ളവനാണ്. ചെന്നായയുടെ സ്വഭാവം അറിയാലോ, ഒരുപാട് ഭക്ഷണം കഴിക്കും. ഒരുപാട് ഭക്ഷണം കഴിച്ചാലും ചെന്നായയുടെ വയർ ഭയങ്കര ഫിറ്റാണ്. അപ്പം ഭീമനും നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ആളിന്റെ വയറും ബോഡിയൊക്കെ ഭയങ്കര ഫിറ്റാണ്. അതുകൂടാതെ വേറൊരു സംഭവമുണ്ട്. മഹാഭാരതത്തിൽ കലിംഗ പടയാളികളുമായിട്ടും ഫാനുമാനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഭീമന്റെ അലർച്ച കേട്ടിട്ട് കുരുക്ഷേത്ര യുദ്ധഭൂമി മുഴുവൻ നടുങ്ങിപ്പോയി. ഭീമൻ ഒരു മനുഷ്യൻ തന്നെയാണോ രാക്ഷസനാണോ എന്ന് ആളുകൾ സംശയിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. പക്ഷേ ഈ രാക്ഷസനാണ് എന്ന് പറയുമ്പം ഭീമന് ഒരു രാക്ഷസിയായിട്ടുള്ള ഹിഡുംബിയും തമ്മിൽ വിവാഹം കഴിക്കുകയും കുറച്ചു കാലം രാക്ഷസന്മാരുടെ രാജാവായിട്ടിരിക്കുകയും പിന്നീട് അവിടെ തനിക്കൊരു പുത്രൻ ഉണ്ടാവുകയും ഘടോൽകചൻ എന്ന് പറയുന്ന പുത്രൻ. ഘടോൽകചന്റെ മഹാഭാരത യുദ്ധത്തിലേക്കുള്ള എൻട്രിയാണ് മാസ് എൻട്രി. അതിനെക്കുറിച്ച് നമ്മൾ മഹാഭാരത യുദ്ധത്തിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഘടോൽകചന്റെ കുറച്ച് പിള്ളേരും കൂടെ വരുന്നുണ്ട്. അതായത് കയ്യിൽ ആയുധം ഇല്ലാത്തവന്മാർ മരങ്ങളൊക്കെ പിഴുതുകൊണ്ടാണ് വരുന്നത്. ഘടോൽകചന്റെയും മക്കളുടെയും രൂപം കണ്ട് കൗരവർ തന്നെ പേടിച്ചു പോകുന്ന അവസ്ഥ. അതായത് അവസാനം അർജുനനെ കൊല്ലാൻ കർണൻ വെച്ചിരുന്ന ആ ധനുസ്, ദിവ്യാസ്ത്രമായിട്ടുള്ള ശക്തി പോയി പ്രയോഗിച്ച് എങ്ങനെയെങ്കിലും ഘടോൽകചനെ കൊല്ലുക എന്ന് ദുര്യോധനൻ പോയി കർണനോട് കാല് പിടിച്ച് അപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത്രമാത്രം മാസമായിരുന്നു ഭീമന്റെ പുത്രനായിട്ടുള്ള ഘടോൽകചന്റെ പുത്രനുണ്ട് ബർബരീകനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ബർബരീകൻ മഹാഭാരത യുദ്ധം 3 നിമിഷം കൊണ്ട് തീർക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ളവനായിരുന്നു. അപ്പം ഭീമന്റെ രക്തത്തിൽ പിറന്ന മക്കളും എല്ലാം വേറെ ലെവൽ തന്നെ ആയിരുന്നു. ഇനി ഭീമന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പറയാനാണെങ്കിൽ, വായുദേവനും കുന്തിദേവിക്കും ഉണ്ടായ പുത്രനാണ് ഭീമൻ. തനിക്ക് ശക്തനായിട്ടുള്ള ഒരു മകനെ ലഭിക്കണം എന്നായിരുന്നു കുന്തിദേവി വായുദേവനോട് പറഞ്ഞത്. അതിന്റെ ഫലമായിട്ടാണ് വൃഗോദരനെ പോലെ ഒരു പുത്രൻ ജനിച്ചത്. വൃഗോദരൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെയധികം കരുത്തുള്ളവനായിരുന്നു. അതായത് പർവ്വതത്തിന്റെ ഗിരിശൃംഗത്തിന്റെ മുകളിൽ നിന്നും ചെറുതായിരുന്ന വൃഗോദരൻ താഴേക്ക് വീണപ്പോൾ, കൈക്കുഞ്ഞായിരുന്ന ഭീമൻ താഴേക്ക് വീണപ്പോൾ പാറകഷ്ണങ്ങൾ പൊട്ടിച്ചിതറിയതല്ലാതെ ഭീമനെ യാതൊന്നും പറ്റിയിട്ടില്ല. ഇനി ഭീമന്റെ അസ്ത്രവിദ്യയെക്കുറിച്ച് പറയാനാണെങ്കിൽ, മഹാഭാരത യുദ്ധത്തിൽ ഏറ്റവും മികച്ച ധനുർധാരികളിൽ ഒരാൾ നമ്മുടെ ഭീമനാണ്. പാണ്ഡവപക്ഷത്ത് അർജുനനും സാത്വികയും അഭിമന്യുവും കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ധനുർധാരി നമ്മൾ ഈ പറയുന്ന ഭീമനാണ്. ഇപ്പം മഹാഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ധനുസുകളുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, കൃഷ്ണന്റെ ശാഖം, പിന്നീട് അർജുനന്റെ ഗാണ്ഡീവം, കർണന്റെ വിജയധനുസ്, ഇത് മൂന്നും കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ധനുസ് നമ്മുടെ ഭീമന്റെ കയ്യിലിരിക്കുന്ന വായവീയമാണ്. വായവീയത്തിന്റെ സൈസിനെ കുറിച്ച് തന്നെ പറഞ്ഞാൽ 6 അടിയിലേറെ ഉയരമുള്ള വായവീയം എന്ന ധനുസ്. ആ ധനുസ് കൊണ്ട് അരടി ഉണ്ടാൽ ആരും മരിച്ചു പോകും. പിന്നെ ഈ ഭീമന്റെ ഗദയെക്കുറിച്ചും ധനുസിനെ കുറിച്ചും വർണ്ണനകളുണ്ട്. സ്വർണം കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഇപ്പം ഈ ദുര്യോധനന്റെ ഗദ കാണാൻ വലിയ സൗന്ദര്യമൊന്നുമല്ല, കരിങ്കല്ലും മറ്റു സാധനങ്ങളും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഗദയാണ്. പക്ഷെ ഭീമൻ തൻ്റെ ഗദയെ തൻ്റെ പാർട്ടായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തനിക്ക് നേരെ വരുന്ന അലങ്കാരങ്ങളെല്ലാം തൻ്റെ ഗദയ്ക്കും വേണം എന്ന് ചിന്തിക്കുന്ന ആളാണ്. പിന്നെ ധനുർവിദ്യയെക്കുറിച്ച് പറയുമ്പം, കർണനെ 6 തവണ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നുണ്ട് ഭീമൻ ധനുസ് ഉപയോഗിച്ച്. കർണൻ ഭീമനെ പരാജയപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ തവണ ഭീമൻ കർണനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പം കർണനേക്കാൾ കേമനാണ് എന്നൊന്നും പറയുന്നില്ല. ധനുർവിദ്യയിലും ഭീമൻ കേമനാണ് എന്ന് തന്നെ പറയാം. പാണ്ഡവരുടെ പക്ഷത്ത് അർജുനനെക്കാട്ടിലും മാസായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭീമനെയാണ്. കാരണം വനവാസ കാലത്ത് അർജുനൻ തപസ് അനുഷ്ഠിക്കാൻ പോകുന്ന സമയത്ത് ഭീമൻ ധനുർവിദ്യ പഠിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ മാതാവിനെയും എന്ന് പറയുന്നില്ല, മാതാവല്ല, തൻ്റെ സഹോദരങ്ങളെയും മറ്റെല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ധനുർവിദ്യ പഠിക്കാൻ ആര് പോകുന്നുണ്ട്? ധനുർവിദ്യ പഠിക്കുകയല്ല, ദ്രോണാചാര്യർ പഠിപ്പിച്ച ധനുർവിദ്യ സ്വയം അഭ്യസിച്ച് ബെറ്റർ ആവുകയായിരുന്നു ഭീമൻ അവിടെ. ഈ വനവാസ കാലത്ത് ഭീമൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാളുടെ തോളിൽ ഒരു ഗദ, ഒരു കയ്യിൽ ശ്രേഷ്ഠമായിട്ടുള്ള വായവിയും, മറ്റേ കയ്യിൽ ശരങ്ങൾ നിറച്ച ആവനാഴി, അരയിലൊരു വാൾ, ഇത്രയും സാധനങ്ങളായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച്, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത്, ഒരു 10-15 അടി ഉയരമുള്ള ഒരു മനുഷ്യൻ, അരയിലൊരു വാള്, കയ്യിൽ 6 അടിയിലേറെ നീളമുള്ള വായവീയം എന്ന് പറയുന്ന സ്വർണത്തിന്റെ ധനുസ്, തോളിൽ ഒരു ഗദ, മറ്റേ കയ്യിൽ ശരങ്ങൾ നിറച്ച ആവനാഴി. ഇജാതി മാസ് ഐറ്റം വേറെ എവിടെ ഉണ്ട് മക്കളെ? പിന്നെ പാണ്ഡവർക്കിടയിൽ ഏറ്റവും ചങ്കൂറ്റമുള്ളവനായിരുന്നു ഭീമൻ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഈ അനാചാരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തങ്ങൾക്ക് നേരിട്ട അപമാനങ്ങളോട് പ്രതികാരം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ത്വര അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള കരുത്തുണ്ടായിരുന്നത് ഭീമന് മാത്രമാണ്. കാരണം ഈ അജ്ഞാതവാസം കഴിഞ്ഞിട്ട്
ആ കൃഷ്ണൻ ദൂതിന് പോകുമല്ലോ, ശാന്തി ദൂതിന് പോകുന്ന സമയത്ത് യുധിഷ്ഠിരനും മറ്റ് പാണ്ഡവരും എല്ലാം പറഞ്ഞിരിക്കുന്നത് നമുക്ക് 5 ഗ്രാമങ്ങളെങ്കിലും കിട്ടിയാൽ മതി, യുദ്ധവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം, നമുക്ക് എങ്ങനെങ്കിലും ഇതൊരു കോംപ്രമൈസ് സെറ്റിൽമെന്റിൽ എത്തണം, ഇനി ഒരു യുദ്ധത്തിലേക്ക് പോകണ്ട എന്നുള്ള വ്യവസ്ഥയാണ് ആര് സംസാരിക്കുന്നത്, പാണ്ഡവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭീമൻ പറയുന്നത് മാധവ അങ്ങ് പോയി ജസ്റ്റ് ഒന്ന് ചർച്ച നടത്തിയിട്ട് വന്നാൽ മതി, ഇവന്മാരെ തീർക്കേണ്ടവന്മാർ തന്നെയാണ്, ഇവന്മാരെ ഞാൻ തീർത്തോളും, ഇതിപ്പം ഇവന്മാർ ഭരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല, ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ കഷ്ടപ്പെടും, അതുകൊണ്ട് കൗരവരെ ആക്രമിച്ചേ തീരുകയുള്ളൂ, അതായത് അവരെ അധികാരത്തിൽ നിന്നും അഴിക്കണം എന്ന് പറയുന്നത് ഭീമനാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഭീമൻ ഒരു യുദ്ധക്കൊതിയനാണ്, അങ്ങനെയൊന്നുമല്ല. ഈ ധർമ്മത്തിന്റെ പക്ഷത്ത് എല്ലായ്പ്പോഴും നിന്നിട്ടുള്ളത് ഭീമൻ തന്നെയാണ്. പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് പാഞ്ചാലിയെ പണയം വെച്ച് ചൂത് കളിക്കരുത് എന്ന് ചങ്കൂറ്റത്തോടെ യുധിഷ്ഠിരന് നേരെ നോക്കി നിന്ന് പറയാൻ ധൈര്യം കാണിച്ചത് ഭീമൻ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന അർജുനനായാലും മറ്റാരും പാഞ്ചാലിയെ പണയം വെക്കരുത് എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ഈവൻ ധർമ്മപുത്രർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യുധിഷ്ഠിരൻ പോലും അധർമ്മത്തിന്റെ പാതയിൽ ചിന്തിച്ചു കൊടുത്തപ്പോൾ ധർമ്മോപദേശം നൽകാൻ കരുത്ത് കാണിച്ചവൻ ആരാണ്? ഭീമൻ. പിന്നെ അശ്വത്ഥമാവ് നാരായണാസ്ത്രം പ്രയോഗിച്ച സമയത്ത് ഈ അർജുനൻ ഉൾപ്പെടെ സകല എണ്ണവും നാരായണാസ്ത്രത്തിനെ കുനിഞ്ഞു നിന്ന് വണങ്ങിയപ്പോൾ നാരായണാസ്ത്രത്തിനോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയത് അത് ബുദ്ധിശൂന്യതയാണ്. നാരായണാസ്ത്രത്തിനെ എതിർത്ത് തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. എന്നിരുന്നാൽ പോലും നാരായണാസ്ത്രത്തിനോട് ഫൈറ്റ് ചെയ്തത് ആരാണ്? ഭീമനാണ്. കൃഷ്ണൻ വന്ന ആയുധങ്ങൾ പിടിച്ചു വാങ്ങി കൊണ്ടുപോകുന്നത് വരെയും ഭീമൻ നാരായണാസ്ത്രത്തിനോട് ഫൈറ്റ് ചെയ്തു. അതുകൊണ്ട് ഒരു അക്ഷൗണി സേന നശിച്ചു പോയി എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. ഒരു അക്ഷൗണി സേനയെ മുഴുവൻ നശിപ്പിച്ച നാരായണാസ്ത്രത്തിനോട് ഒറ്റയ്ക്ക് പൊരുതി നിന്നവനാണ് ഭീമൻ. പിന്നെ അയാളുടെ പേഴ്സണൽ ലൈഫിൽ പ്രണയത്തിൽ പോലും ചതികൾ ഒരുപാട് നേരിടേണ്ടി വന്നവനാണ് ഭീമൻ. തന്നെ പലരും പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പോലും നിന്നുകൊടുത്ത യഥാർത്ഥ വീരൻ, യഥാർത്ഥ നായകനാണ് ഭീമൻ എന്ന് തന്നെ പറയണം. ഈ ദ്രൗപദിക്ക് ഏറ്റവും കൂടുതൽ പ്രേമം അർജുനനോടാണ്. പക്ഷേ കീചകൻ തന്നെ അപമാനിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ദ്രൗപദി പോയി പറഞ്ഞത് അർജുനനോടല്ല, ഭീമനോടാണ്. കാരണം തൻ്റെ ശരീരത്തിലേക്ക് ആരെങ്കിലും സ്പർശിക്കാൻ വന്നു കഴിഞ്ഞാൽ അവനെ ഇല്ലാതാക്കാൻ തനിക്ക് വേണ്ടി ഏതറ്റം വരെയും പോവും, എന്തും ചെയ്യുമെന്ന് ഉറപ്പുള്ളവൻ ഭീമൻ മാത്രമായിരുന്നു. തൻ്റെ പ്രണയത്തിന് വേണ്ടി ദ്രൗപദിക്ക് തിരിച്ച് ഭീമനോട് പ്രണയം ഇല്ലായിരുന്നിട്ട് പോലും ദ്രൗപദിയോട് അഗാധമായിട്ടുള്ള പ്രണയം മൂലം കല്യാണ സൗഗന്ധികം തേടി ഇറങ്ങിയവനാണ് ഭീമൻ. അതുകൂടാതെ കീചകനെ കൊന്നവനാണ്. അതായത് കീചകനെ കൊല്ലാൻ മാത്രം കരുത്തുള്ളവൻ ഭീമൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് മനസ്സിലാക്കിയിട്ട് കൗരവർ ആ ദേശത്തേക്ക് വരുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഭീമനെ കുറിച്ച് പറയണമെങ്കിൽ നീണ്ടു പോകും. മഹാഭാരതത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് അൺഅപ്രീഷിയേറ്റഡ് ക്യാരക്ടർ ഭീമനാണ് എന്ന് നമുക്ക് വീണ്ടും പറയാം. ഇപ്പം ഭീമൻ കർണനെ പരാജയപ്പെടുത്തിയെന്ന് പറയുമ്പോൾ പലർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഭീമന്റെ കയ്യിൽ ഗദ മാത്രമല്ല, ധനുസ് ഉപയോഗിക്കും, വായവീയമുണ്ട്, പിന്നെ വാളുണ്ട്, എല്ലാം കൊണ്ടും ഭീമൻ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. പക്ഷേ മഹാഭാരത യുദ്ധത്തിലെ കൗരവപക്ഷത്തിലെ മെയിൻ വില്ലനെയും മറ്റ് വില്ലന്മാരായിട്ടുള്ള 100 പേരെയും ഒറ്റയ്ക്ക് കൊന്നവനാണ് ഭീമൻ. ഒറ്റ ഒരുത്തനും പോലും അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നോർക്കുമ്പം ആ ഒരു പോയിന്റ് മാത്രം ഓർത്താൽ മതി എത്രമാത്രം അപകടകാരിയായിരുന്നു ഭീമൻ എന്ന് മനസ്സിലാക്കാൻ. പിന്നെ താൻ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ വഴങ്ങി കൊടുത്തിട്ടുള്ളതും ഭീമനാണ്. ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളതും ഭീമൻ തന്നെയാണ്. വനവാസകാലത്ത് ഭീമൻ ഉറങ്ങിയിട്ടില്ല. വനവാസകാലത്തിനെന്നല്ല, മറ്റേ അരക്കില്ലത്തിലെ സംഭവം ഉണ്ടല്ലോ, നമ്മൾ മഹാഭാരതം യുദ്ധത്തിനകത്തല്ല, മഹാഭാരതം മുഴുവൻ ചെയ്യാം എന്ന് പറഞ്ഞ് തുടങ്ങിയായിരുന്നല്ലോ, അതിടയ്ക്ക് വെച്ച് നിർത്തിപ്പോയതാ. ആ സമയത്ത് അരക്കില്ലത്തിൽ വെച്ചിട്ട് കുന്തിയെയും 5 പാണ്ഡവർ മക്കളെയും കത്തിച്ചു കൊല്ലാനൊരു തീരുമാനം ഉണ്ടായിരുന്നല്ലോ. ഇനിയും ഇതുപോലെയുള്ള ചതിപ്രയോഗങ്ങൾ കൗരവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നറിഞ്ഞുകൊണ്ട് പിന്നീടുള്ള കാലം മുഴുവൻ ഉറങ്ങാതെ തൻ്റെ കുടുംബത്തിന് കാവലിരുന്നവനാണ് ഭീമൻ. ആ ഭീമൻ അയാളുടെ കൊടവേറനൊന്നുമല്ല. ആസ് ഹിസ് നെയിം സജസ്റ്റ് വൃഗോദരൻ, ചെന്നായുടെ വയറുള്ളവനാണ്. എത്ര ഭക്ഷണം കഴിച്ചാലും ചെന്നായെ പോലെ ദ കംപ്ലീറ്റ് ഫീറ്റ് മാസ്കുലിൻ ഭീമൻ. മാസാടാ മക്കളെ, മാസാ.